Hi, hello everyone. Welcome to India's first animated live tuition. Hi everyone. Hello, my dear students. Yes, Abhinav. I saw that. Okay. My dear Aradhya. Oh, രണ്ട് ആരാധ്യ ആരാധ്യ എസ് ഉണ്ട് വെറും ആരാധ്യ ഉണ്ട്. Okay. Then Albin, Farhana, Adit, Yazid and റോനാക്ക് ആണോ അത്? മോനെ ആദ്യമായിട്ടാണോ മിസ്സിന്റെ ക്ലാസ്സിലെ അതോ രണ്ടാമതാണോ? ആരോഹി, പ്ലീസ് ടേൺ യുവർ ക്യാമറ ഓൺ. കം ഓൺ, ഐ വോണ്ട് ടു സീ എവ്രിവൺ. മിസ്സിന് എല്ലാവരുടെയും ഫേസ് കാണണം. ഓൺലൈൻ ക്ലാസ് ആണ്. ഫേസ് കാണാതെ മിസ്സിന് നിങ്ങളുടെ ഭാവം ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്നും മിസ്സിന് മനസ്സിലാവില്ല. മുഹമ്മദ് യസീൻ, വൈഗകുട്ടി, ഹായ് റോനാക്ക്, ഹായ് എവ്രിവൺ, ഹലോ. എല്ലാരും ക്യാമറ ഓൺ ചെയ്ത് വേഗം 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 സ്പീഡ് അപ്പ്. മിസ് ഒരു മിനിറ്റ് സമയം തരാം സെറ്റ് ആവാൻ വേണ്ടിട്ട്. ഫോൺ എല്ലാരും എങ്ങനെ വെക്കണം? യെസ് ആൽബിൻ ജോഷി, ഹായ്. ആരാധ്യ, ഹായ്. ഫോൺ എങ്ങനെ വെക്കണം? ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. എങ്ങനെയാ? ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. എന്നാലാണ് മിസ്സിനെ ഫുൾ സ്ക്രീനിൽ എന്റെ മക്കൾക്ക് കാണുള്ളൂ കേട്ടോ. യെസ്, കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റ് 6:30 ആയപ്പോ മിസ്സസ് ക്ലാസ് തുടങ്ങി. പക്ഷെ കുറെ പേര് ഇവിടെ ഓടിച്ചാടി വരുന്നുണ്ട്. സ്കൂൾ ഉണ്ടായില്ലേ ഇന്ന്? ഉണ്ടായില്ലേ? ഏതാ ദിവസം സർ? വെള്ളി, റൈറ്റ്? വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടായില്ല. അതെന്താ? ഓ, ഇന്ന് അവധിയാ മൊത്തത്തിലല്ലേ. ഓ, അത് മിസ് ഓർത്തില്ല. അപ്പൊ എന്റെ മക്കൾക്കൊന്നും ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ഓക്കേടാ. ഓക്കെ നവനീത്, യെസ് ആരാധ്യ, അനാമിക കുട്ടി, നോ ഇഷ്യൂസ് റൈറ്റ്? ഓൾ സെറ്റ് റൈറ്റ്? ഓൾ സെറ്റ്? ഓക്കെ, ശരി. കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നേ മിസ്സിന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ. വൈഗ, വിഷ്ണു, ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. നവനീത് ഈസ് ഓൾവേസ് സിറ്റിംഗ് ലൈക്ക് ദിസ്. സ്റ്റക്ക് ആയതാണോ എന്നൊരു സംശയം ആണല്ലേ. യസീൻ, റോനാക്ക്, ആദിത്, ആൽബിൻ, ആരോഹി, യു ഗൈസ് ഹാവ് ടു ടേൺ ഓൺ ദി ക്യാമറ കേട്ടോ. രൂപക്കാണല്ലേ? രൂപക്ക് പുതിയ സ്റ്റുഡന്റ്. പണ്ട് റോനാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചു റോനാക്ക്. രൂപക്, turn on the camera. മിസ് ഒന്ന് കാണട്ടെ. everyone turn on the camera. ഫർഹാന, സുധീർ, ഫർഹാന സുധീർ എന്നാണോ ആ തേർഡ് റോ, സെക്കൻഡ് റോയിലെ തേർഡ് വൺ? പേര് വ്യത്യാസം ഉണ്ട് അല്ലേ? ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ കൊച്ചിന്. യസീൻ, ഫോൺ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം കേട്ടോ. എങ്ങനെയാ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കത്? ഇങ്ങനെ വെച്ചേ. മിസ്സിനെ ഫുൾ സ്ക്രീൻ ആക്കി. ഫുൾ സ്ക്രീൻ ആക്കൂ. ആരോഹി, രൂപക്, ആദിത് ആൻഡ് നവനീത് ക്യാമറ ഓൺ ചെയ്യാം. സോ വെൽക്കം ടു 90+ ഫാമിലി. ഓക്കെ വൈഗ, ഓക്കെ, വെൽക്കം ടു 90+ ഫാമിലി. 90+ന്റെ ട്യൂഷനിലേക്ക് എത്തിയിരിക്കാണ്. കുറെ പേര് ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നത് അല്ലേ? ഇന്ന് 90+ലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സുള്ള എത്ര പേരുണ്ട്? ഫസ്റ്റ് ക്ലാസ്സിൽ എത്ര പേരുണ്ട്? ജസ്റ്റ് വേവ് ടു ദി ക്യാമറ. കമോൺ എവറിബഡി. ആദ്യമായിട്ട് 90+ന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നവര്. നവനീത് ഉണ്ട്, അഭിനവ് ഉണ്ട്. വൈഗ ഐ സോ ഹാപ്പി ഫോർ ദാറ്റ്. വൈഗ ഉണ്ട്. പുറത്തൊന്നും പോകണ്ടല്ലോ മിസ്സെ, കഷ്ടപ്പെട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് എനിക്ക് ട്യൂഷൻ കിട്ടുമല്ലോ. ആണോ വൈഗ? ആണോ? ഓക്കെ. രൂപക്കും മുഹമ്മദ് അമൽ, മുഹമ്മദ് അമലിന്റെ മുഖം മിസ്സിന് കാണുന്നില്ല. ക്യാമറ പെട്ടെന്ന് ഓൺ ചെയ്യാം. സോ ഇന്ന് ബേസിക് സയൻസ് ആരാ എടുക്കുന്നേ? ശ്വേത മിസ്. മിസ്സിന്റെ പേര് അവിടെ കാണാൻ നിങ്ങൾക്ക്. മൈ നെയിം ഈസ് ശ്വേത. അവിടെ കണ്ടാ? മൈ നെയിം ഈസ് ശ്വേത ആൻഡ് ടുഡേ ഐ ആം ഡീലിംഗ് യുവർ ബേസിക് സയൻസ് ക്ലാസ്സസ്. ഓക്കെ, so once again welcome to the basic science classes. This is the animated live tuition. അതുകൊണ്ട് തന്നെ എന്റെ മക്കൾക്ക് ടെക്സ്റ്റിലെ പല കാര്യങ്ങളും ഇവിടെ ഓടി നടക്കുന്ന കാണാനായിട്ട് പറ്റും കേട്ടോ. സോ ലെറ്റ്സ് സീ. അപ്പൊ ഇന്ന് ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വന്ന മക്കളാണ്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. എന്തായിരിക്കും ഇന്നത്തെ ടോപ്പിക്? എനി ഗസ്സസ്? രൂപക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. രൂപക്കിന്റെ പാരന്റ് ആണ് ഐ ഗസ്. സ്വിമ്മിങ് ക്ലാസ്സിന്നോ തിരിച്ചു വന്നിട്ടില്ല. ക്ലാസ്സിൽ ഓൺ ടൈം പാരന്റ് ആണ് ജോയിൻ ചെയ്തതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇപ്പൊ വരുമായിരിക്കും അല്ലേ? സൂൺ വരുമായിരിക്കും അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാത്തതെന്ന് തോന്നുന്നു എനിക്ക്. ശരി. സോ നവനീത് ക്യാമറ ഓഫ് ചെയ്യരുത് കേട്ടോ. അവിടെ എന്ത് നടന്നാലും പ്രശ്നമില്ല. മിസ് കണ്ടോട്ടെ.
മിസ് കാണാൻ പാടില്ലാത്ത ഒന്നും എന്റെ മക്കൾ ചെയ്യില്ലല്ലോ. മനസ്സിലായ? അപ്പൊ ഒരു പ്രശ്നമില്ല. എന്താ വായില് പ്രശ്നമില്ല, കഴിച്ചോ? പ്രശ്നമില്ലാന്ന്, അതിന് നീ ക്യാമറ ഓഫ് ചെയ്യണ്ടാന്ന് കേട്ടോ. ആ കളഞ്ഞോ? അത് കളയണ്ട. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? പ്രശ്നമില്ല, ക്യാമറ ഓഫ് ചെയ്യാതിരുന്നാൽ മാത്രം മതി എനിക്ക്. മുഹമ്മദ് ആഹിൽ ജിസ്മോൻ ആണോ സർ ലാസ്റ്റ് വന്നത്? അല്ല, അൽഫോൺസ് അല്ലേ? ഫസ്റ്റ് നെയിം കണ്ടില്ല. അൽഫോൺസ്. എവരിവൺ ടേൺ ദി ക്യാമറ ഓൺ. ഗസ് ദി ടോപ്പിക്. ഇന്ന് എന്തായിരിക്കും ടോപ്പിക്? ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എന്താ ഫീൽ ചെയ്യുന്നേ? എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത് ഇന്ന്? 5ാം ക്ലാസ്സിൽ, 6ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിൽ എന്ന് വെച്ചാൽ UP സെക്ഷൻ കണക്കണമെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ് എന്ത് ഈ മിസ് കാണിച്ചിരിക്കുന്നത്. ഇതെന്താ? Is that today's topic is about animals? No. എടാ ഇത് കങ്കാരു അല്ലേടാ? കങ്കാരു? No. മൈക്ക് നോക്ക്. ഇനി എന്റെ കണ്ണിനാണോ പ്രശ്നം, മിസ്സിന്റെ കണ്ണിനാണോ പ്രശ്നം? വെരി ഗുഡ് ഫൈസാൻ, വെരി ഗുഡ്. ഐ ക്യാൻ സീ യുവർ കമന്റ്. ഓക്കെ, ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് അബൌട്ട് പ്ലാന്റ്സ് ആണോ? ടൊമാറ്റോ, ടൊമാറ്റോ, റൈറ്റ് ആണോ? എന്തിനാ ആരാധിച്ചിരിക്കുന്നത്? ആരാധ്യയുടെ വീട്ടിലെ ടൊമാറ്റോ ഇങ്ങനെയല്ല അല്ല. ശരി. അപ്പൊ അനിമൽസിനെ കുറിച്ചല്ല, പ്ലാന്റ്സിനെ കുറിച്ചല്ല, പിന്നെ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? We are going to study about the solar system. What? The solar system. Everyone, show me a notebook. Mr. കാണിച്ചേ നോട്ട്ബുക്ക്. മുഹമ്മദ് ഫൈസാനെ, നീ ഭൂമി കറങ്ങുന്ന പോലെ കറങ്ങാതെ ഒരു സ്ഥലത്ത് ഇരുന്നേ. ഓക്കെ, എല്ലാരും ഇതാണോടാ നിന്റെ നോട്ട്ബുക്ക് നവനീത്തെ? സോ എന്റെ മക്കൾ മനസ്സിലാക്കണം, നിങ്ങൾ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോ മിസ് ഒരു സിമ്പിൾ ടോപ്പിക് കൊണ്ടിട്ടാ വന്നിട്ടുള്ളത് ബേസിക് സയൻസിൽ. നിങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിൽ തപ്പാൻ പോവണ്ട കേട്ടോ. ക്ലാസ് എങ്ങനെയാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് തപ്പി പോകണ്ട. അതൊക്കെ എവിടെയാ? റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്താലേ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിൽ നമ്മൾ പോർഷൻസ് എടുക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് ക്ലാസിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കുക. ഓക്കെ, നെൽവിൻ കുട്ടൻ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫോൺ വെച്ചിട്ടില്ല കേട്ടോ. ആൽബിൻ, ആരോഹി ക്യാമറ ഓൺ ചെയ്യണേ. മുഹമ്മദ് ഫൈസാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞിരുന്നു മിസ്സേ, നമ്മൾ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എവ്രിവൺ മിസ് നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതാ സോളാർ സിസ്റ്റം. ഇന്നത്തെ ടോപ്പിക് സോളാർ സിസ്റ്റം. ഇതൊരു ചാപ്റ്ററിന്റെ പേരൊന്നല്ല, ദിസ് ഇസ് എ ടോപ്പിക് സോളാർ സിസ്റ്റം. എഴുതിയോ കേട്ടോ? എല്ലാരും നോട്ട് എടുക്കുക, എഴുതാ സോളാർ സിസ്റ്റം. രൂപക് ഇങ്ങനെ ഇരിക്കല്ലേ, വേഗം എഴുതൂ. രൂപക്ക് സ്വിമ്മിംഗ് ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? രൂപക്ക് പെട്ടെന്ന് ഇത്ര നേരം വെള്ളത്തിൽ നീന്തിട്ട് പെട്ടെന്ന് മിസ്സിനെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മിസ്സേ എന്നാണ് പറയുന്നത്. ആണോ രൂപക്? ഒന്നൊരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ സർ. ഹായ് രൂപക്, ഒരു ഓപ്ഷൻ വരും കൂട്ടാ അതിൽ. രൂപക് സ്വിമ്മിംഗ് ക്ലാസ്സിന് പോയത് ഞാൻ അറിഞ്ഞു കേട്ടോ. സ്വിമ്മിങ്ങിന് പോയത് ഞാൻ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞേ? അമ്മ. ഓക്കെ, അമ്മയാണ് അതെനിക്ക് ചോർത്തി തന്നത്. കുഴപ്പമില്ല മോനൊന്നും മിസ്സായിട്ടില്ല കേട്ടോ. ക്ലാസ്സിൽ ഓൺ ടൈം ജോയിൻ ചെയ്യാൻ നോക്കുക. സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഭയങ്കര സ്വിമ്മറാ ആണോ? പഠിച്ചു വരുവാണോ സ്വിമ്മിങ്? മിസ്സിന് നീന്താൻ അറിയില്ല. സ്വിമ്മിങ് എന്നല്ലേ പറഞ്ഞേ? നീന്താൻ അറിയാം. നീന്തൽ എന്താ കൂട്ടാ? നീന്തൽ അറിയാം. അറിയാം. മിസ്സിന് അറിയില്ല. മിസ്സിന് കൊച്ചിനറിയാം, മിസ്സിന് അറിയൂലാന്ന് കേട്ടോ. ഓക്കെ ശരി. അപ്പോ എല്ലാരും എഴുതിക്കോ സോളാർ സിസ്റ്റം. എഴുതിയോ എവ്രിവൺ? ഡു റൈറ്റ് സോളാർ സിസ്റ്റം. എഴുതി കഴിഞ്ഞു അല്ലെ? എഴുതി കഴിഞ്ഞാൽ എന്റെ മക്കൾ വെറുതെ ഇരിക്കാൻ പാടില്ല, മിസ്സിനെ അറിയിക്കണം. എങ്ങനെ അറിയിക്കണം? ചാറ്റിൽ ഇടാം, അല്ലെങ്കിൽ വേഗം ജസ്റ്റ് വേവ് ചെയ്യാം, അല്ലെങ്കിൽ മിസ്സേ ഓൾ സെറ്റ്, മിസ് അടുത്ത കാര്യത്തിലേക്ക് കടക്കൂ എന്ന് എന്തെങ്കിലും ആക്ഷൻസിലൂടെ എന്നെ അറിയിക്കണം. കാരണം ദിസ് ഇസ് അവർ ഓൺലൈൻ സെഷൻ, ഐ ക്യാൻ സീ യു ഗൈസ്. സോ നിങ്ങൾ എന്തെങ്കിലും അവിടെ ലൈക് ജസ്റ്റേഴ്സ് കാണിക്കണം. അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യണം. ക്യാമറയുടെ മുമ്പിൽ ഹാൻഡ് റേസ് ചെയ്തിരിക്കരുത്.
റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റൈസ് ചെയ്യണം. റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ട്, നോക്കി നിങ്ങള് കണ്ടോ? റിയാക്ഷൻസിൽ, ചാറ്റ് പോലെ റിയാക്ഷൻസിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഹാൻഡ് റൈസ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും ബുക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ മിസ് മുന്നോട്ട് പോവാണ്. മിസ് ഓൾറെഡി പറഞ്ഞു അല്ലെ, ആ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ടോപ്പിക് പഠിക്കും. 6ൽ മൂൺ ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കും. ഓക്കെ ഡാ, യെസ്. 7ലെത്തുമ്പോൾ വണ്ടേഴ്സ് ഓഫ് സ്കൈ. നമ്മൾ വിചാരിക്കും 5ാം ക്ലാസ് തീരുമ്പോൾ വിചാരിക്കും തീർന്നു സോളാർ സിസ്റ്റം. ഇല്ല, 6ലും പഠിക്കണം. 6 കഴിയുമ്പോൾ വിചാരിക്കും ഇനിയെങ്കിലും തീരുന്നു. ഇല്ല, അവിടെയും പഠിക്കണം. യു പി സെഷൻ കടക്കണമെങ്കിൽ ഒരു കുട്ടി ബേസിക് സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിസ് ഇന്ന് ആ ടോപ്പിക്കും കൊണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് അബൌട്ട് സോളാർ സിസ്റ്റം. ആരാ എന്റെ പുറകെ കൂടെ പോകുന്നേ? സോ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു. ആരാ ഇത്? ആദ്യം എനിക്കൊരാൾ പറഞ്ഞു തരാം. ആരാ പറഞ്ഞുതരാൻ പോകുന്നേ? ആർക്കാ ഉത്തരം പറയണ്ടേ? അവര് വേഗം ക്യാമറയിൽ വേവ് ചെയ്തോ. ആർക്കാ ഉത്തരം പറയണ്ടേ? ഹൂ വാണ്ട് ടു സേ ദി ആൻസർ? ഫൈസാൻ വേഗം ഹാൻഡ് റൈസ് ചെയ്ത് റിയാക്ഷൻ ഇട്ട സ്ഥിതിക്ക് ഫൈസാനെ വിളിക്കാം. വെരി സ്മാർട്ട്. ഹായ് ഫൈസാൻ. ഫോൺ എങ്ങനെ വെക്കണം എന്നാ മിസ് പറഞ്ഞേ? തിരിയട്ടെ. ഇപ്പൊ കറക്റ്റ്. ഫൈസാനെ, എവിടെടാ സൂര്യൻ? ഇതാരാ? Sun. What about this one? Earth. ഇതിൽ എവിടെയാ നമ്മൾ ജീവിക്കുന്നേ? ഉറപ്പാ? ഞാനൊക്കെ സൂര്യന്റെ മുകളിലാണല്ലോ. അല്ല അല്ലേ? കറക്റ്റ് ആണ്. നമ്മൾ ജീവിക്കുന്നത് എവിടെയാ? എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റിന്റെ സർഫസിലാണ്. എവ്രിവൺ നോസ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. സണ്ണിന് ചുറ്റും ഭൂമിയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? എർത്തിന് ചുറ്റും സണ്ണാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ബേസിക് സയൻസ് പഠിക്കുമ്പോ, സോളാർ സിസ്റ്റം പഠിക്കുമ്പോൾ ഓരോ കുട്ടി അറിഞ്ഞിരിക്കേണ്ട ബേസ് എന്ന് പറയുന്നത് അതാണ്. സൂര്യനാണോ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത്, എന്നിട്ട് ഭൂമിയാണോ ചുറ്റുന്നത്? അത് ഭൂമിയാണോ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, സൂര്യനാണോ ചുറ്റുന്നത്? ഇതാണ് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താ? വാട്ട് ഡു യു ഗൈസ് തിങ്ക്? വൈഗ, അനാമിക, നെൽവിന്റെ ഫോണ് ഇങ്ങനെയല്ല വെക്കണ്ട കേട്ടോ. ലാൻഡ്സ്കേപ്പ് മോഡിൽ വെക്കണം. ഇപ്പം നെൽവിൻ ഓട്ടോ റൊട്ടേറ്റ് ഓഫ് ആണോ? എവിടെയാ നെൽവിൻ? ശരിയായി. ഗുഡ് ജോബ് കുട്ടാ. ഇങ്ങനെ വേണം ഇരിക്കും. ഇപ്പൊ മിസ്സിനെ കണ്ട ഈ വിഷ്വലൊക്കെ ഫുൾ സ്ക്രീനിൽ മിസ്സാക്കിയാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്ത് രസമായി ഇപ്പൊ കാണാൻ അല്ലേ? ഇല്ലേ നെൽവിനെ? ഇങ്ങനെ ഫുൾ സ്ക്രീനിൽ വേണം ഇരിക്കാൻ വേണ്ടിട്ട് കേട്ടാ. എന്നാലാണ് ഫുൾ പോയിന്റ് ഒക്കെ നല്ല ഭംഗിയിൽ കാണാം. ശരി, അതുപോലെ ഇരിക്കുക എല്ലാവരും. ആദ്യത്തെ മോനും കൂടെ അങ്ങനെ ഇരിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ. ആദ്യത്തെ. ശരി, അപ്പൊ മെൽവിൻ തന്നെ ഉത്തരം പറയട്ടെ. മെൽവിൻ ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ. സാർ, എന്റെ മോൻ പറഞ്ഞേ, ഭൂമിക്ക് ചുറ്റും സൂര്യനാണോ സൂര്യന് ചുറ്റും ഭൂമിയാണോ കറങ്ങുന്നേ? എർത്ത് എന്താ ചെയ്യുന്നത്? നിക്കുവാണോ കറങ്ങുവാണോ? ഉറപ്പാ? സൂര്യൻ എന്താ ചെയ്യുന്നത്? നിക്കുവാണോ കറങ്ങുവാണോ? സൂര്യൻ ഈ ടീച്ചർ ചോദിച്ചങ്ങ് തെറ്റിപ്പിച്ചു. മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോണ്ടിരുന്ന ഞാനാ. ഓക്കെ, മെൽവിൻ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് വെറുതെ ഇവിടെ ഒരു വട്ടം വരച്ച് നോക്കാട്ടാ. ഇതല്ലേ എർത്ത് കുട്ടാ? മിസ് എർത്തിന് ചുറ്റും ഒരു വട്ടം വരച്ചേ, സൂര്യന് ചുറ്റും വട്ടം വരച്ചേ. ആരാ പുറത്തു പോകുന്നേ? ആരാ രക്ഷപ്പെട്ട് ഓടുന്നേ? എർത്ത് ഇസ് മൂവിങ്, റൈറ്റ്? ഈ ഒരു വിഷ്വൽ എപ്പോഴും മനസ്സിൽ വേണം. എർത്ത് ഇസ് മൂവിങ്, സൺ അവിടെ തന്നെ നിൽക്കുക. ക്ലിയർ എവ്രിവൺ? മുഹമ്മദ് ഫൈസാൻ ഇഷ്ടപ്പെട്ടു. ഫൈസാനെ ക്ലിയർ? സൺ എന്താ ചെയ്യുന്നേ? ഒരു സ്ഥലത്ത് നിൽക്കുക. ഭൂമി ഇസ് റൊട്ടേറ്റിംഗ്. എർത്ത് ഇസ് റൊട്ടേറ്റിംഗ് അറൗണ്ട് ദി സൺ. ക്ലിയർ എവ്രിവൺ? ഇത് എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയണം. അപ്പൊ നിങ്ങൾ സോളാർ സിസ്റ്റം എഴുതിയതിന്റെ അടിയിൽ തൽക്കാലം ഇത് നമുക്ക് വേർഡ്സ് ആയിട്ട് എഴുതൊന്നും വേണ്ട, കുഞ്ഞുമക്കൾക്ക് അറിയണ കാര്യമാണ്. എന്നാലും തൽക്കാലം ഒരു സണ്ണിനെ, അയ്യോ ഇങ്ങനെ വരയ്ക്കണ്ട, പേജില് ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് ഈ ഐഡിയ ഒന്ന് വരച്ചു വെക്കാം. ഇത് സണ്ണ്. ഇങ്ങനെ വരച്ച സണ്ണാണല്ലോ പണ്ട് മുതലേ അല്ലേ? ഇത് സണ്ണല്ലേ? ഇനി എന്ത് ചെയ്യാ? ഇവിടെ ഒരു എർത്തിനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒരു ആരോ മാർക്ക് ഇടാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, എർത്ത് റൊട്ടേറ്റ് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒരു ആരോ മാർക്ക് ഇടാം. അപ്പൊ ഇതെന്റെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് മനസ്സിലാവും. ആൻഡ് എർത്ത് ഈസ് എ പ്ലാനറ്റ് എന്ന് കൂടെ എഴുതി വെക്കുക. എർത്ത് എന്താണ്? ഒരു പ്ലാനറ്റ് ആണ്. എർത്ത് ഈസ് എ പ്ലാനറ്റ്. മുഹമ്മദ് യസ്സി
ബോക്സിലോ അല്ലെങ്കിൽ റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റൈസോ ചെയ്യണം, അപ്പോഴാണ് മിസ് കാണുക കേട്ടോ. അഭിനവേ ചോയ്ക്ക്. അഭിനവൻ അൺമ്യൂട്ട് ഓപ്ഷൻ ഇവിടെ. അതെ, ഹായ് അഭിനവ്. ബാക്കിയുള്ളവർ പടം വരച്ചോട്ടാ. ഇതെന്തിനാ മനസ്സിലാക്കാൻ വേണ്ടി. സണ്ണ് നിൽക്കുക, എർത്ത് ഇസ് റൊട്ടേറ്റിംഗ് അറൗണ്ട് ദി സൺ. ഹായ് അഭിനവ്. ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ വരുന്നുണ്ട് കൂട്ടാ, അതിൽ തൊടു. ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ, ഇങ്ങനെയാണ് അൺമ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടാ. അപ്പൊ എപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ഹാൻഡ് റൈസ് ചെയ്താൽ ഈ അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ടാവും, അതിൽ തൊടുക, ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുട്ടാ, മിസ് ആദ്യമേ പറഞ്ഞിരുന്നു മോൻ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തപ്പരുത്, മോൻ ഇത് ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നെയാണല്ലോ. ഓക്കെ, മോൻ ക്ലാസ് ഇഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് മോൻ ജോയിൻ ചെയ്യുമല്ലോ, അപ്പൊ ടെക്സ്റ്റിലെ ഓർഡറിൽ മോന് ടോപ്പിക് എടുത്ത് തരും. ഇന്ന് ഇവിടെ ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതായോണ്ട് മിസ് ഒരു എളുപ്പമുള്ള ഒരു ടോപ്പിക്, നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്, ജനറൽ ആയിട്ട്, അല്ലാതെ ടെക്സ്റ്റിൽ ഒരു പെർട്ടിക്കുലർ പേജ് അല്ല കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കേടാ, ശരി. ഓക്കെ, സോ എഴുതി വെച്ചോ. ഇത് ട്യൂഷന്റെ നോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഇനി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ പേര് എഴുതി സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് കിട്ടിയ ക്ലാസ് ആണല്ലോ. ഈ പേജ് മെല്ലെ വിട്ടിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ നിങ്ങളുടെ പുതിയ ചാപ്റ്റർ ഇവിടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ചാപ്റ്ററിന്റെ പേര് എഴുതി തുടങ്ങാം ഒന്നുകൂടി. അത്രേ ഉള്ളൂ നമ്മുടെ നോട്ട്ബുക്കിൽ കേട്ടോ. ശരി, അപ്പൊ ഇത് എല്ലാവരും എഴുതി കഴിഞ്ഞു. ഏർത്ത് ഒരു പ്ലാനറ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പൊ മിസ്സിന് ഒരു സംശയം കൂടി ഉണ്ട്. സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഒരേ ഒരു പ്ലാനറ്റേ ഉള്ളോ? ഏർത്ത് മാത്രമേ ഉള്ളോ? ആണോ മെൽവിനെ? ഈസ് എർത്ത് ദി ഓൺലി പ്ലാനറ്റ് റിവോൾവിംഗ് അറൗണ്ട് ദി സൺ? ആണോ? എത്ര എണ്ണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ? ഷോ ടു ദി ക്യാമറ എവ്രിവൺ. 10, 20, 30 എത്ര എണ്ണം ഉണ്ട്? എത്ര എണ്ണം ഉണ്ട് ആൽബിനെ? ആദിത്യ കറക്റ്റ് ആണല്ലോ. ആദിത്യ, ആരോഹി മോൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ മിസ്സിന് അറിയില്ല കേട്ടാ. രൂപക്ക് എന്താ മിണ്ടാതിരിക്കുന്നേ? കാണിക്കൂ സ്ക്രീനിലേക്ക്. എത്ര പ്ലാനറ്റ്സ് ഉണ്ട് സണ്ണിന് ചുറ്റും? എനി ഐഡിയ? യസീന് സൗണ്ട് ശരിയായോ? യസീൻ പോയാ? ഇല്ല, യസീന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്ന ഒന്ന് ലീവ് ചെയ്തിട്ട് പെട്ടെന്ന് റീജോയിൻ ചെയ്താൽ മതി കേട്ടാ യസീനെ. അപ്പൊ സെറ്റ് ആവും. അപ്പൊ നിങ്ങളുടെ അവിടുത്തെ എന്തെങ്കിലും നെറ്റ്വർക്ക് എററോ ചെറിയ ബഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് ഒന്ന് ലീവ് ചെയ്യാം, റീജോയിൻ ചെയ്യാം. അപ്പൊ ശരിയാണ്. ഫൈസാൻ ഓൾ സെറ്റ്. വൈഗ കുട്ടികൾ സെറ്റ് ആണോ? ആരാധ്യ കുട്ടികൾ ഇന്ന് 2 ആരാധ്യ 2 വൈഗ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. ഓക്കെ, സോ മുഹമ്മദ് ഫൈസാൻ കോമെന്റ് ചെയ്തു ഉത്തരം ശരിയാണ്. നമ്മുടെ സണ്ണിന് ചുറ്റും കറങ്ങുന്ന 8 പ്ലാനറ്റ്സ് ഉണ്ട്. ലുക്ക് അറ്റ് ദാറ്റ്. എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ് ഉണ്ട് മൊത്തം. പണ്ട് 9 എണ്ണം ഉണ്ടായിരുന്നു അല്ലെ? ഓർമ്മയുണ്ട് ആ കാലം? പണ്ട് 9 എണ്ണം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അതിലൊരാള് ചെറിയൊരു കാര്യം തെറ്റിച്ചു. ഇപ്പൊ നമ്മള് ക്ലാസ്സിലെ നല്ല കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം പഠിക്കണം അല്ലെ? അത്യാവശ്യം പഠിക്കണം, മോശമാവാൻ പാടില്ല. മടി കാരണേ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിക്കണം. ടീച്ചേഴ്സ് പറയുന്നതൊക്കെ പാലിച്ചിട്ട് വരണം. യൂണിഫോം ഒന്നും ഇടാതെ വന്ന സ്കൂളിൽ കയറ്റുക? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒരു പ്ലാനറ്റ് ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. അതെന്താണെന്നൊന്നും നമുക്ക് പഠിക്കാനില്ല. പക്ഷെ അതിലെ ഒരു കാര്യം, 9ാമത്തെ പ്ലാനറ്റ് തെറ്റിച്ചപ്പോ അവനെ പ്ലാനറ്റിന്ന് പുറത്താക്കി. മനസ്സിലായോ? പ്ലാനറ്റ് ആന്ന് വിളിക്കാതെ. നവനീതേ, നീ ശ്രദ്ധിക്കുന്നുണ്ടോടാ? ഇവിടെ നോക്കിയിരിക്കണേ. അപ്പൊ അങ്ങനെ ഒരാളെ പുറത്താക്കിയ സ്ഥിതിക്ക് 8 പേരായിട്ട് ചുരുങ്ങി. മുഹമ്മദ് യസീൻ, എന്തൊരു പ്രശ്നമുണ്ടോ? അമ്മ ഫോൺ ചോദിക്കുന്നുണ്ടോ? കൊടുക്കണ്ട കേട്ടോ. ഓക്കെ, സോ 8 പ്ലാനറ്റ്സ് ആയിട്ട് കുറഞ്ഞു. ഒരാളെ നമ്മൾ പുറത്താക്കി, കാരണം അവൻ പ്ലാനറ്റ് അല്ലാതെ ആയി മാറി, കാരണം അവൻ ഒരു ക്രൈറ്റീരിയ തെറ്റിച്ചത് കൊണ്ട്. അൽഫോൺസ് ഓൾ സെറ്റ്? അൽഫോൺസ് ശരി. അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് എന്താണ് സോളാർ സിസ്റ്റം? എഴുതിക്കോ. വാട്ട് ഇസ് സോൾ? ഇതൊക്കെ വന്ന് തന്നെ ഇടിക്കുന്നതിന് മുൻപ് എഴുതിക്കോ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ഇതോടുകൂടി തീരും. വേഗം എഴുതിക്കോ, വേഗം. വാട്ട് ഈസ് സോളാർ സിസ്റ്റം? അൽഫോൺസ് എഴുതൂ.
ആൽബിൻ എഴുതൂ, അഭിനവ് എഴുതൂ, ഫൈസാൻ എഴുതൂ, ഇഷക്കുട്ടി. ഹായ് ഇഷ, ഒന്ന് ക്യാമറ ഓൺ ചെയ്തേടാ, മിസ് കാണട്ടെ. ഇഷക്കുട്ടി, അനാമിക എഴുതുന്നുണ്ട്, ആരാധ്യ എഴുതുന്നുണ്ട്, വൈകിക എഴുതുന്നുണ്ട്, എല്ലാരും എഴുതുന്നുണ്ട്. വാട്ട് ഈസ് സോളാർ സിസ്റ്റം? അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞു, ശരിയാണ്, എർത്ത് അവിടെ കറങ്ങുകയാണ്, സണ്ണ് നിൽക്കുവാണെന്ന് പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് പഠിച്ചു? എർത്ത് ഒരു പ്ലാനറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പ്ലാനറ്റ് അല്ല സണ്ണിന് ചുറ്റും കറങ്ങുന്നത്, 8 എണ്ണം കറങ്ങുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി ഒരു സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കിട്ടണ്ടേടാ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ഇതൊന്ന് എഴുത്, എന്നിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം ഈ ഡെഫിനേഷൻ ഒന്ന് എഴുതാം, മിസ് വായിച്ചു തരാം. രൂപക് എഴുതുന്നുണ്ടോ? എഴുതുക കേട്ടോ. The solar system consists of, ഇത് കേട്ട് ആരും പേടിക്കരുത്, മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ മിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. So the solar system consists of the sun, the planets around the sun, the satellite, വാക്കുകൾ ശ്രദ്ധിച്ചെഴുതുക, സാറ്റലൈറ്റിന്റെ സ്പെല്ലിംഗ് നോക്കുക, and many other celestial bodies. The solar system consists of sun, the planets around the sun, satellites and many other celestial bodies. Isha, camera on chimone. അനാമിക ക്യാമറ ഓഫ് ചെയ്യരുത് കേട്ടോ. ആരോഹി ആസ് വെൽ. മിസ് ഇതുവരെ മുഖം കണ്ടില്ല, ക്യാമറ ഓൺ ചെയ്യാം. വേഗം വേഗം എഴുതി കഴിഞ്ഞാൽ മിസ്സിനെ അറിയിക്കുക കേട്ടോ, വെറുതെ ഇരിക്കരുത്. എഴുതി കഴിഞ്ഞാൽ മിസ്സിനോട് പറയാ എഴുതി കഴിഞ്ഞൂന്ന്. ധ്രുപത് ആണോ ലാസ്റ്റ് വൺ? ധ്രുപത് കൃഷ്ണ എഴുതിയോ? എഴുതിക്കോട്ടാ. What is solar system? The solar system consists of the sun. ഇഷ കുട്ടി ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നു. ഇഷ ഇച്ചിരി വൈകി പോയോ ജോയിൻ ചെയ്യാൻ? ഒറിജിനൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഓൺ ടൈം കയറണം കേട്ടോ, അല്ലെങ്കിൽ മിസ്സാവും പോർഷൻസ്. സ്റ്റാർട്ടിങ് മിസ്സായ പിന്നെ ഒന്നും മനസ്സിലാവൂല കേട്ടോ. ഓക്കെ, ഇപ്പൊ മിസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഭൂമി സണ്ണിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, എർത്ത് ഒരു പ്ലാനറ്റ് ആണ്, നമ്മളൊക്കെ ജീവിക്കുന്ന പ്ലാനറ്റ് ആണ്, നമുക്ക് അറിയുന്ന കാര്യം. സണ്ണിന് ചുറ്റി ഒരൊറ്റ പ്ലാനറ്റ് മാത്രമാണോ കറങ്ങുന്നത്? അല്ല, എർത്ത് അടക്കം 8 എണ്ണം ഉണ്ട്. പണ്ട് 9 എണ്ണം ഉണ്ടായിരുന്നു, ഒരാളെ നമ്മൾ പുറത്താക്കേണ്ടി വന്നു. പ്ലാനറ്റിന്റെ സ്വഭാവത്തില് 3 കാര്യങ്ങൾ പാലിക്കണം, അതിൽ ഒരെണ്ണം പാലിക്കാതെ ആയപ്പോ അവനെ നമ്മൾ പുറത്താക്കി, പ്ലൂട്ടോ. അപ്പോ എന്താണ് സോളാർ സിസ്റ്റം എന്നുള്ളൊരു ഡെഫിനേഷൻ എത്തി, അതാണ് ഇപ്പൊ സംഭവിച്ചത്. വേഗം എഴുതിക്കും. ആരോഹി ക്യാമറ ഓൺ ചെയ്യ്, വേഗം വേഗം. നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാൻ ഭയങ്കരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ മാത്രം എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് മിസ്സിനോട് ചാറ്റിൽ പറയാം, അപ്പൊ മിസ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല. ഓക്കെ, പിന്നെ ക്ലാസ് ഒറിജിനൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേനും ക്യാമറയ്ക്ക് ഇഷ്യൂ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാം സോർട്ട് ചെയ്യണം. കാരണം ക്യാമറ ഓഫ് ചെയ്തിട്ട് 90+ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. പാരന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ക്ലാസ് ടീച്ചറോട് പറഞ്ഞ് നമുക്കത് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ മിസ് മാത്രമേ കാണുള്ളൂടാ, ആരും കാണില്ല പരസ്പരം, മിസ് മാത്രമേ കാണൂ. പിന്നെന്താ പ്രശ്നം? എഴുതി കഴിഞ്ഞോ സുവൃത്ത? എഴുതി കഴിഞ്ഞോ? I think Suvrita is second time in my class. Yes? Suvrita, second time അല്ലേ? മോൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ ടോപ്പിക് ആയിരിക്കും ഇവിടെ കാണുന്നുണ്ടാവുക, കാരണം ബേസിക് സയൻസ് തന്നെയാണല്ലോ ഇന്ന്. അപ്പൊ മോൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാ സുവൃതയ്ക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ സർ. സർ സുവൃതയ്ക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ. യസീന്റെ എഴുതി കഴിഞ്ഞു, ബാക്കി എല്ലാരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ അനാമിക? ഹായ് സുവൃത, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേടാ. ഓപ്ഷൻ അൺമ്യൂട്ട് ആയി. ഹായ്, ഈ ക്ലാസ് ഓൾറെഡി കണ്ടതാ അല്ലേ, ബേസിക് സയൻസ് ക്ലാസ്. മാത്സ് ക്ലാസ് കിട്ടിയോ? അതും കിട്ടി. അപ്പൊ മോന് ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വൈകാതെ എന്ത് ചെയ്യണം, മോനെ കോൺടാക്ട് ചെയ്ത് ടീച്ചറെ തിരിച്ചു വിളിച്ചിട്ട് എനിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് പറയണം കേട്ടോ. ബേസിക് സയൻസിന്റെ ഡേ ഇതേ ടോപ്പിക്കും മാത്സിന്റെ ഡേ അതേ ടോപ്പിക്ക് തന്നെയായിരിക്കും മോന് കിട്ടുന്നുണ്ടാവുക. കാരണം ഇത് ക്ലാസ് എങ്ങനെയുണ്ടെന്ന് നോക്കാനുള്ള ക്ലാസ് ആണല്ലോ. മനസ്സിലായോ? ഇന്ന് കുറെ പുതിയ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് ക്ലാസ് കാണാന്.
കൂട്ടത്തിൽ മോൻ ഒന്നുകൂടെ വന്നു, അതുണ്ടായത് കേട്ടോ. ഓക്കെ, അപ്പോ മോന് ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടു ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, ടീച്ചറെ വിളിക്കണം, എന്നിട്ട് പെട്ടെന്ന് തന്നെ റെഗുലർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എന്താ പറയൂ? ആ, ഞാൻ ഗേൾ ആണെങ്കിലും ഇഷ്ടത്തോണ്ട് മോന്ന് വിളിക്കുന്ന അമ്മ. അമ്മക്ക് സംശയായി. ഞാനേ കുട്ടാ, എല്ലാരെയും കുട്ടാന്നും മോന്നൊക്കെ വിളിക്കുന്നേ അറിയാതെ. ഗേൾ ആണോ ബോയ് ആണോ എന്ന് ഞാൻ നോക്കാറേ ഇല്ല കേട്ടോ, അതൊന്നും എന്റെ ഒരു വിഷയമേ അല്ല. ആ ശരി സുഹൃത്ത, അപ്പോ എന്ത് ചെയ്യണം, ആ ടീച്ചറെ ഒന്ന് വിളിച്ചിട്ട് പറയണം അമ്മ കേട്ടോ. അല്ലേ, ശരി ശരി, ഇന്നിവിടെ ഇരുന്നോട്ടെ, റിവിഷൻ പോലെ കേട്ടോട്ടെ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ. ശരി ശരി, ഓക്കെ. സോ യെസ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുപോലെ ക്ലാസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ് ഈ പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ അധികം വൈകിക്കേണ്ട, വേഗം തന്നെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാം. യസീൻ എന്ത് പറ്റി യസീൻ? അപ്പോ യസീൻ ഒരു അഡ്മിറ്റ് ഓപ്ഷൻ കൊടുത്തേ സാർ. മിസ് ഇപ്പൊ വരാട്ടോ യസീൻ. ഇപ്പൊ എഴുതി കഴിഞ്ഞ എന്റെ അടിയിൽ എന്റെ മക്കള് ബുക്കിന്റെ നടുവിലായിട്ട് ഒന്ന് സോളാർ സിസ്റ്റം എഴുതിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ റെഡി ആയിക്കോ. 1 2 3 4 ആരോ മാർക്ക് ഇട്ടിട്ട് ഒരു ഫ്ലോ ചാർട്ട് വരച്ചേ. ഇനി അതിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാ എന്തൊക്കെയുണ്ട് ഒരു സോളാർ സിസ്റ്റത്തിൽ. ഈ ഡെഫിനേഷനിൽ നിന്ന് അവിടെ പെറുക്കി പെറുക്കി നമ്മൾ എഴുതാൻ പോവാ. യെസ് യസീൻ, യസീൻ പറഞ്ഞ മോനെ. അൺമ്യൂട്ട് ഓപ്ഷൻ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ചോദിച്ചോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു ഡൗട്ടും ഇല്ല. പിന്നെ എന്തിനാ അൺമ്യൂട്ട് ഓപ്ഷൻ ചോദിച്ചേ? പറഞ്ഞോ. എന്തിട്ടോ നോക്കാനാ? എന്താ മനസ്സിലായില്ല മിസ്സിന്? എനിക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഒരു സുഖമുണ്ടോ, ഞാൻ കംഫർട്ട് ആണോ ഇതിലൊക്കെ അറിയാൻ വേണ്ടിട്ടല്ലേ? ഓ ശരി ശരി. ഇപ്പൊ എങ്ങനെയുണ്ട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചപ്പോ? സെറ്റ് അല്ലേ? ഓക്കെ. എല്ലാവർക്കും അൺമ്യൂട്ട് ഓപ്ഷൻ തരാത്തത് എന്താന്ന് വെച്ചാലേ, എല്ലാരും ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്താൽ ഇവിടെ ബഹളായി പോയില്ലേ, അതുകൊണ്ടാട്ടോ. അവരൊക്കെ വീട്ടിലല്ലേ ഇരിക്കുന്നേ, അപ്പൊ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ കേട്ടോണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുമിച്ച് അത് തരാത്തെ. പക്ഷെ ആവശ്യമുള്ളവര് ഹാൻഡ് റൈസ് ചെയ്താൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഓക്കെ, യെസ് സുഹൃത കറക്റ്റ് ആണ്. സോ ഇനി മിസ് ഇതും വരച്ചു കഴിഞ്ഞവര് ജസ്റ്റ് ഒന്ന് ഹാൻഡ്സ് അപ്പ് ചെയ്ത്, 2 പെന്നും പെന്ന് താഴെ വെച്ചിട്ട് 2 കൈയും ഹാൻഡ്സ് അപ്പ് ചെയ്ത് എല്ലാരും എഴുതി കഴിഞ്ഞല്ലേ? ഗുഡ്. അപ്പൊ നമ്മൾ പഠിക്കാൻ പോവാ എന്താണ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാല്. സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? നോക്കിയേ, ഇനി ഹാൻഡ് ഡൗൺ ചെയ്തോ കേട്ടോ, ഹാൻഡ് ഡൗൺ ചെയ്തോ, അങ്ങനെ ഇരിക്കണ്ട. നോക്കിയേ, സൺ ഉണ്ട്, എവ്രി വൺ കൗണ്ട്. സൺ ഉണ്ട്, സണ്ണിന് ചുറ്റും വൈകാ മിസ് വരാട്ടോ. സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് ഉണ്ട്. ഇനി സാറ്റലൈറ്റ്സ് ഉണ്ട്. ആരായി സാറ്റലൈറ്റ്സ്? എനി ഐഡിയ? ശരി, മിസ് ഒരു കാര്യം പറയാം. സൺ ഉണ്ട്, കറക്റ്റ്. സണ്ണിന് ചുറ്റും എർത്ത് കറങ്ങുന്നുണ്ട്, പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ട്, കറക്റ്റ്. ഈ എർത്തിന് ചുറ്റും കറങ്ങുന്ന ഒരാളുണ്ട്, അത് ആരാ? എനി ഐഡിയ? എനി ഐഡിയ? എർത്തിന് ചുറ്റും കറങ്ങുന്ന ഒരാളുണ്ട്. വൈകിക്ക് എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. ഹായ് വൈഗ, വാട്ട് ഈസ് യുവർ ഡൗട്ട്? ഓ ഇതിന്റെ അല്ലേ മോനെ? അതാ മിസ് പറഞ്ഞോണ്ടിരിക്കുന്ന. ഇപ്പൊ മിസ് ആദ്യം എഴുതിയെടുക്കാൻ പറഞ്ഞതാ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുക, എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന അതിനെ കുറിച്ചാ. സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി സൺ. സൺ ഉണ്ട്, സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് ഉണ്ട്. നോക്കിയേ, പ്ലാനറ്റ്സ് അറൗണ്ട് ദി സൺ. ഇനി വേറൊരു ടീം ഉണ്ട്, സാറ്റലൈറ്റ്സ്. അത് ആരാന്നാണ് മിസ് ചോദിച്ചത്. നമുക്കറിയാം സണ്ണിന് ചുറ്റും ഭൂമി കറങ്ങുന്നുണ്ട്, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരാളുണ്ട്. അതാരാ? മൂൺ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം എർത്തിന് ചുറ്റും കറങ്ങുന്ന ഒരാളുണ്ട്, വിച്ച് ഇസ് മൂൺ. മൂൺ ഒരു സാറ്റലൈറ്റ് ആണ്. ആരുടെ? എർത്തിന്റെ സാറ്റലൈറ്റ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നു,
പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്നവരെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്സ്. കിട്ടിയോ? സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായോ? തീർന്നിട്ടില്ല കേട്ടോ, കോടി കോടി സാധനങ്ങളുണ്ട് സ്പേസില്. അപ്പോ സണ്ണ് മാത്രല്ല, സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് മാത്രല്ല, പ്ലാനറ്റ്സിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റ്സ് മാത്രല്ല, ഇവരൊക്കെ മെയിൻ. ഇതൊന്നും കൂടാതെ അതർ സെലസ്റ്റിയൽ ബോഡീസ് കൂടി ഉണ്ട്. ഈ സെലസ്റ്റിയൽ ബോഡി എന്താന്ന് മിസ് പറഞ്ഞുതരാം, പേടിക്കണ്ട. അതർ ബോഡീസ് എന്ന് പറയില്ലേ, അതർ സെലസ്റ്റിയൽ ബോഡീസ് കൂടി ഉണ്ട് സോളാർ സിസ്റ്റത്തില്. എല്ലാരും എഴുതിയേ. സൺ ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്. ആരോമാർക്ക് ഫിൽ ചെയ്തോ. പ്ലാനറ്റ്സ് ഉണ്ട്, സൺ ഉണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, then other celestial bodies ഉണ്ട്. ഇനി എന്തായി സെലസ്റ്റിയൽ ബോഡി എന്ന് മിസ് പറഞ്ഞു തരാം കേട്ടോ, പേടിക്കണ്ട. അപ്പൊ സോളാർ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോ നമ്മൾ പറയാണ് ഇവരൊക്കെ ഉണ്ട്. ഇതൊന്നും കൂടാതെ കുറെ അതർ സെലസ്റ്റിയൽ ബോഡീസ് കൂടി ഉണ്ട്. ഇവരൊക്കെ സെലസ്റ്റിയൽ ബോഡീസ് തന്നെയാ കേട്ടോ. അതെന്താന്ന് പറയുമ്പോൾ എന്റെ മക്കൾക്ക് മനസ്സിലാവും. സണ്ണിന്റെ, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, അതർ സെലസ്റ്റിയൽ ബോഡീസും ഉണ്ട്. എവിടെയാ മോൻ? നവനീതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? നോ? യെസ്? നോ? ഓക്കെ. സാർ ഇത് ഓഫാണോ? ഇത് ഓഫാണോ? ഓക്കെ. അനാമിക ഓൾ സെറ്റ്. അപ്പോ എന്തിനാന്നറിയോ കൂട്ടാ നമ്മൾ ഈ ഫ്ലോ ചാർട്ട് വരച്ചത്? അനാമിക ഒറ്റയടിക്ക് നോക്കുമ്പോ ഒരു സോളാർ സിസ്റ്റത്തിൽ നോക്കിയേ, ഇത് വായിക്കാണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? സണ്ണുണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, ആ പോയിന്റ് ഓർമ്മ വരും. ക്ലിയർ? ക്ലിയർ അനാമിക? സണ്ണുണ്ട്, പ്ലാനറ്റ്സ് ഉണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, അതർ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്. ഈ സെലസ്റ്റിയൽ ബോഡി ആരാന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. എല്ലാവരെയും വരച്ചു എഴുതി കഴിഞ്ഞു, കാര്യങ്ങൾ മനസ്സിലായി. ഒന്നൊരു ഡബിൾ ഡാൻസിങ് തംസപ്പ് കാണിച്ചേ. നമ്മുടെ ആ മോനൊരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്ത മോന്റെ പേരെന്താന്ന്? ഫർഹാന സുധീർ എന്നാണ് പേര് കാണിക്കണേ. മോനൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. റെഡ് ടീഷർട്ട് അൺമ്യൂട്ട്. ഇഷ ഇപ്പൊ വരാട്ടോ. മോനൊന്ന് മോന്റെ പേര് പറഞ്ഞേ കുട്ടാ. എന്റെ അമ്മോ പതുക്കെ പറയൂ, ഒന്നുകൂടി പറയൂ, മിസ് കേട്ടില്ല. ഫർഹാന സുധീർ എന്ന പേര് കാണിക്കുന്ന. എടാ കുട്ട പേര് പറയൂ, മോന്റെ പേര് പറയൂ. റെഡ് ടീഷർട്ട്. ഹായ് ജോയൽ. ഇതാണോ സ്പെല്ലിംഗ്? തെറ്റിക്കല്ലേ, JOYEL ജോയൽ അല്ലേ? മോന്റെ പേര് ഇവിടെ ഫർഹാന സുധീർ എന്നാ കാണിക്കുന്ന. അമ്മന്റെ പേരാ? അല്ല. ചേച്ചി അല്ല, അങ്ങനെ ഒരു പേരുള്ള ആരും എനിക്കില്ല മിസ്സേ. പിന്നെ എന്തിനാ ഫർഹാന സുധീർന്ന് പേരിട്ടെന്നാണ് എന്റെ കൊച്ചനോട് ചോദിക്കുന്നത്. സാരില്ലടാ, എനിക്ക് മനസ്സിലായി നീ ജോയൽ ആണ്. ഓക്കെ ഓക്കെ. സോ ജോയൽ എഴുതിയെന്ന് വിചാരിക്കുന്നു കേട്ടോ മിസ്സേ. ആരോഹി വീണ്ടും ക്യാമറ ഓഫ് ചെയ്തോ? എവിടെ തപ്പും ഞാൻ? അപ്പൊ എല്ലാരും എഴുതി കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാരും എന്ത് ചെയ്യണം? ഈ അതർ സെലസ്റ്റിയൽ ബോഡി എന്താന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ ആവണില്ല അല്ലെ? മൂവിങ് ഓൺ. എന്താണ് ഈ സെലസ്റ്റിയൽ ബോഡി എന്നാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. നമ്മുടെ ഫാമിലിയിലെ ഇഷ കുട്ടിക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്ത് ആര് സമയം കളയണ്ട, എഴുതിയെടുത്തോ. എന്നിട്ട് മിസ് പറഞ്ഞുതരാം എന്താന്ന്, പേടിക്കണ്ട കേട്ടാ. ഞാൻ ആരും അർത്ഥം ചോദിച്ചു വരല്ലേ, മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ആദ്യം എഴുതിയെടുക്കും, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഇഷ. ഹായ് ഇഷ, പറഞ്ഞോടാ. ഡൗട്ട് ചോദിച്ചോ, എന്നിട്ട് എഴുതിയെടുക്കാം. ഇഷക്കുട്ടി എന്തായിരുന്നു ഇഷക്കുട്ടിയുടെ ഡൗട്ട്? ഡൗട്ട് ഒന്നുമില്ല, വെറുതെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കിയതാണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. ശരി. Celestial body എഴുതിയെടുക്കൂ. Celestial bodies are objects in space such as sun, moon, planets, stars, etc. പറഞ്ഞുതരാം എന്താന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ.
celestial bodies. ജോയൽ എഴുതാ, മെൽവിൻ എഴുതാ, അനാമിക കുഞ്ഞനീൻ അടുത്തുണ്ടല്ലോ, അഭിനവ് ഓക്കെ, സുഹൃത വീണ്ടും വീണ്ടും എഴുതണ്ട ട്ടോ. ആരോഹി, ആരാധ്യ, ഓക്കെ എഴുതി കഴിഞ്ഞാൽ മിസ്സിനോട് പറയാം. എഴുതുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാല്, നിങ്ങളുടെ വീട്ടില് എല്ലാരെയും കൂടെ എന്താ നിങ്ങൾ വിളിക്കുക? വീട്ടിലെ എല്ലാവരും, അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, അമ്മ, അച്ഛൻ, കസിൻസ്, വീണ്ടും വീണ്ടും കുറെ ഫാമിലി, ഇവരൊക്കെ എന്താ ഒരുമിച്ച് വിളിക്കുക നമ്മള്? പുതിയൊരു ഉണ്ണി ജനിച്ചു, അതിനെ അടക്കം നമ്മൾ എന്ത് വിളിക്കും? ഫാമിലി മെമ്പേഴ്സ് എന്ന് വിളിക്കും. കറക്റ്റ്, ഫാമിലി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് വിളിക്കും. അതിൽ തന്നെ നമ്മള് എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട് എന്നൊക്കെ എടുത്തു പറയും. എന്നിട്ട് പറയും ഇതൊന്നും കൂടാതെ വേറെയും കുറെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയും, ഇല്ലേ? ഇതേപോലെ സ്പേസിനെ വിചാരിക്കുക. സ്പേസിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? സണ്ണുണ്ട്, അച്ഛനുണ്ടെന്ന് പറയുന്ന പോലെ നമ്മൾ പറയും സണ്ണുണ്ട്, മൂണുണ്ട്, എർത്ത് ഉണ്ട്. ഇതൊന്നും കൂടാതെ അതർ സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ടെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ആരായി സെലസ്റ്റിയൽ ബോഡി? സ്പേസിലുള്ള ഒബ്ജക്ട്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാ ഫാമിലിയിലുള്ള ആൾക്കാരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫാമിലി മെമ്പേഴ്സ്. അതുപോലെ സ്പേസിലുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ഫാമിലി മെമ്പർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പുതിയ പേരിടും, സെലസ്റ്റിയൽ ബോഡി. സെലസ്റ്റിയൽ ബോഡി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങളോട് എന്താണ് ഈ സെലസ്റ്റിയൽ ബോഡി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സ്പേസിലുള്ള ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡി. അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കണം, ഒരൊറ്റ സാധനമാണോ ഈ സെലസ്റ്റിയൽ ബോഡി? അല്ല, കുറെ സാധനങ്ങളുണ്ട്. സൺ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്, മൂൺ ഒരു സെലസ്റ്റിയൽ ബോഡിയാണ്, പ്ലാനറ്റ്സ് ഒക്കെ അതിൽ പെടും, സ്റ്റാർസ് അതിൽ പെടും. ഇതൊന്നും പോരാണ്ട് സ്പേസിലുള്ള എല്ലാ സാധനങ്ങളും അതിൽ പെടും. ക്ലിയർ? ക്ലിയർ? ഇതാണ് സെലസ്റ്റിയൽ ബോഡി. മനസ്സിലായോ ആൽബിനെ? വൈഗ, ഇഷ, ജോയൽ മനസ്സിലായോ? എന്താ സെലസ്റ്റിയൽ ബോഡി എന്ന്? ഫാമിലിയിലുള്ള എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എന്ന് വിളിക്കുന്ന പോലെ സ്പേസിലുള്ള എല്ലാവരെയും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡീസ്. അനാമികയ്ക്ക് മനസ്സിലായോ? സെലസ്റ്റിയൽ ബോഡിക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ എന്ത് പറയും? സ്പേസിലുള്ള ഏത് ഒബ്ജക്റ്റിന്റെ പേരും പറയാം. മനസ്സിലായോ? സണ്ണാവാം, മൂണാവാം. അതുകൊണ്ടാണ് നേരത്തെ സോളാർ സിസ്റ്റം എന്താന്ന് ചോദിച്ചപ്പോ സണ്ണ് ഒരു സെലസ്റ്റിയൽ ബോഡിയാ, പ്ലാനറ്റ് ഒരു സെലസ്റ്റിയൽ ബോഡിയാ, സാറ്റലൈറ്റ് സെലസ്റ്റിയൽ ബോഡിയാ. ഇതൊന്നും കൂടാതെ അതർ സെലസ്റ്റിയൽ ബോഡി എന്ന് എഴുതിയത്. മനസ്സിലായോ? അതർ. നമ്മൾ പറയും അച്ഛൻ, അമ്മ, ചേട്ടൻ, ബാക്കി ഫാമിലി മെമ്പേഴ്സ്, അതർ ഫാമിലി മെമ്പേഴ്സ്. ഈ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഫാമിലി മെമ്പർ തന്നെയല്ലേ? അല്ലേ? അങ്ങനെയാണ് അതിന്റെ കളികൾ. മനസ്സിലായോ? സെലസ്റ്റിയൽ ബോഡി എഴുതി കഴിഞ്ഞു. മനസ്സിലായി മിസ് ചെയ്യുന്നുള്ളവര് വേവ് ടു ദി ക്യാമറ. ധ്രുപദ് വീട്ടിൽ പറഞ്ഞു കൊടുക്കുവാണോ? അമ്മയെ സ്പേസിലുള്ള ഒബ്ജക്ട്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെലസ്റ്റിയൽ ബോഡി. ആണോ ധ്രുപദേ? ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ആരോഹി ഒരു കോമെന്റ് എങ്കിലും ഇടണം ചാറ്റ് ബോക്സില്. ആരോഹി മിസ് വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? വൈകിക്ക് ഡൗട്ട് ആണോ? ഉണ്ട്. എന്നാ ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുക്കൂ സാർ. ബാക്കിയുള്ളവര് സമയം കളയണ്ട, അടുത്ത ഹെഡിങ് എഴുതിക്കോ. പേജ് മറഞ്ഞിരിക്കുന്നു. പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം. വൈകി ഡൗട്ട് ചോദിച്ചോളൂ. ആണോ? മോന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടായിരിക്കും. അപ്പൊ സ്ലൈഡ് ഏതെങ്കിലും വേണോ? വേണോ കൂട്ടാ? വൈക സ്ലൈഡ് എന്തെങ്കിലും വേണോ? ഓക്കെ. പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിസ്സിനെ അറിയിക്കാം. മിസ്സെ ഞാൻ എഴുതി, പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം എന്ന് എഴുതി. വേഗം എഴുതിക്കും. planets in solar system. എഴുതി കഴിഞ്ഞാൽ പറയണം.
റൈറ്റ്? യെസ്. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 8 എണ്ണം. ഓരോന്നിനെയായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോ മിസ് ഒരു ഓർഡറിൽ കൊണ്ടുവന്നിട്ടുണ്ട് 8 പ്ലാനറ്റിനെ. മിസ് കൊണ്ടുവന്ന ഫസ്റ്റ് പ്ലാനറ്റ് ഏതായിരിക്കും? ആദ്യത്തെ നീ കുളിക്കാൻ പോവാണോ? ഇതിന്റെ ഇടയിൽ തോർത്ത് കൊണ്ടൊക്കെ എടുത്തിട്ട് അങ്ങ് പോവാണോ? എന്താണ് ആദ്യത്തെ? ഓക്കെ. അപ്പോ ആദ്യത്തെ പ്ലാനറ്റ് ഏതായിരിക്കും? സുഹൃത്തുക്കുട്ടിക്ക് ഓൾറെഡി അറിയാന്ന് എനിക്കറിയാം. സുഹൃത്തുക്കുട്ടി ആദ്യം കുറച്ചു പേർക്ക് വേറെ അവസരം കൊടുക്കാം കേട്ടോ, പുതിയ പിള്ളേർക്ക്. ഓക്കെ, സുഹൃത്തുക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ എന്റെ ഓർഡറിൽ ആദ്യത്തെ പ്ലാനറ്റ് ഏതായിരിക്കും? ആദ്യം ആരാ പറയാൻ പോകുന്നതെന്ന് അറിയോ? ഉണ്ട് വൈഗ വിഷ്ണു, വേറെയും വൈകിയുണ്ട് കേട്ടാ. വൈഗ വിഷ്ണുവിന് സംശയായി, എന്നെ വിളിക്കുന്നുണ്ട് എന്നാ എന്നോടെല്ലാം മിണ്ടുന്നേ. 2 വൈകിയുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് പ്ലാനറ്റ് ഏതായിരിക്കും? ആരാ പറയാൻ പോകുന്നേ? അനാമികയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇങ്ങനെ മടിച്ചിരിക്കുക, എന്നിട്ട് ചാറ്റിലിടണം മിസ് ഡൗട്ട്, അല്ലെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യണം. എങ്ങനെ? റിയാക്ഷൻസിൽ പോയിട്ട് ഹാൻഡ് റേസ് ചെയ്യണം. അമ്മ കൊച്ചിനൊന്ന് ഹാൻഡ് റേസ് ചെയ്യാൻ പഠിപ്പിച്ചേ. റിയാക്ഷൻസ് എവിടെയാ സാർ കാണുന്നത്? ചാറ്റ് താഴെ റിയാക്ഷൻസ് കണ്ട അനാമിക? അമ്മ ഒന്ന് നോക്കിയേ, റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ കണ്ടോ? അതിൽ തൊട്ടിട്ട് ഒന്ന് ഹാൻഡ് റേസ്. ഇത് തംസ് അപ്പാ. ഹാൻഡ് റേസ് അത് തൊടു. അഭിനവ് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ. അങ്ങനെ തന്നെയാടാ കുട്ടാ അഭിനവ്. മോൻ തംസ് അപ്പാ ഇടുന്നേ. അനാമിക അത് ക്ലാപ്പാ. ഇങ്ങനെ ഹാൻഡ് റേസ്, കൈ പൊക്കി ഇങ്ങനെ നിൽക്കുന്ന സാധനം അതുണ്ടോ നോക്കൂ. റിയാക്ഷൻസിൽ ഉണ്ടാവും. ഇത് ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയോ? 90+ ടീച്ചേഴ്സിന് മനസ്സിലാവും അനാമികയ്ക്ക് എന്തോ ഡൗട്ട് ഉണ്ട്. അപ്പൊ മോനെ അൺമ്യൂട്ട് ഓപ്ഷൻ തരും. ഇതാണ് പ്രൊസീജിയർ. ക്ലിയർ? മനസ്സിലായോ? മടിച്ചിരിക്കരുത് എന്ന്. ഓക്കെ, ഇനി ചോദിച്ചോ, എന്താ ഡൗട്ട്? ഉത്തരം അറിയാം. ശരി, എന്നാ പറഞ്ഞോ. ആദ്യത്തെ പ്ലാനറ്റ് ഏതായിരിക്കും മിസ് കൊണ്ടുവന്നേക്കുന്നേ? ഉറപ്പാ? എന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ പറ അനാമിക. ഞാൻ ഓർത്തു മറ്റേ എനിക്കറിയാം മിസ് ഗസ് ചെയ്ത് പറഞ്ഞാന്ന് വിചാരിച്ചു ഞാൻ. എന്തായാലും 3, 2, 1 പറഞ്ഞേ. അനാമിക, അപ്പൊ ബേസിക് സയൻസ് ക്ലാസ്സിൽ വരുമ്പോ വീണ്ടും ഈ ടോപ്പിക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. മോനെ മാത്സ് ക്ലാസ്സും കിട്ടിയെങ്കിൽ മറ്റേ ടീച്ചറെ വിളിച്ചിട്ട് പറയാ എനിക്ക് ജോയിൻ. ഓ യൂട്യൂബിലോ? ഓ മോന് ലിങ്ക് അയച്ചു തന്നതാ ടീച്ചറ്, ക്ലാസ് എങ്ങനെയുണ്ട് നോക്കാൻ. അപ്പൊ ഇതേ ക്ലാസ്സിന്റെ ലിങ്ക് അയച്ചു തന്നേല്ലേ? എന്നിട്ട് മോൻ ക്ലാസ്സിൽ ആദ്യമായിട്ടല്ലേ വരുന്നേ ഇന്ന് നേരിട്ട്? അപ്പൊ അതേപോലെ തന്നെ ക്ലാസ് പിന്നെയും കിട്ടി. ഓക്കെ, മനസ്സിലായി. സാറില്ല, കുഴപ്പമില്ല. എന്തായാലും ക്ലാസ്സിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പൊ മോനിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാ, ആ ടീച്ചറോട് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാം കേട്ടാ. മാത്സ് ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ? അതും കിട്ടി, ഇന്നലെ കിട്ടി. അപ്പൊ ഇന്ന് ബേസിക് സയൻസും കിട്ടി. അപ്പൊ ഇനി വേഗം തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ശരി. അപ്പൊ 3, 2, 1 പറഞ്ഞ മിസ് റിവീൽ ചെയ്ത് തരാം ഫസ്റ്റ് പ്ലാനറ്റിനെ. പറയൂ. 3, 2, 1 പറയൂ. ആരാ ഫസ്റ്റ് പ്ലാനറ്റ്? ദി മെർക്കുറി. ഓക്കെ അനാമിക. സോ എന്റെ മക്കൾ ഇപ്പൊ എന്ത് ചെയ്യണം? പ്ലാനറ്റ്സ് എന്ന് എഴുതിയിട്ട് 8 ആരോ മാർക്ക് ഇട്ട് വെക്കണം. കാരണം 8 പ്ലാനറ്റ്സിന്റെ പേര് ഫില്ല് ചെയ്യണ്ടേ? 8 എണ്ണം കേട്ടോ. അപ്പൊ സ്ഥലം തികയുന്നില്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് ഇവിടെ എഴുതിയിട്ട് 8 ആരോ മാർക്ക് ഇങ്ങനെ ഇട്ടാലും മതി. 3, 4, 5, 6, 7, 8. ഓക്കെ ഓക്കെ, ഇതിന്റെ പേരാണ് ഫ്ലോ ചാർട്ട്. എന്തിനാ? ഒറ്റയടിക്ക് കാര്യങ്ങൾ കിട്ടാനാ. ഇനി അനാമിക ഹാൻഡ് ഡൗൺ ചെയ്തോളൂ കേട്ടോ. അഭിനവ് ഡൗട്ട് ആണോ? അഭിനവ് എന്തേ? ഡൗട്ട് ആണോ? ഫസ്റ്റ് ചോദിച്ചോ. ഫസ്റ്റ് പ്ലാനറ്റിനെ ഫില്ല് ചെയ്യൂ. മെർക്കുറി. ദി ഫസ്റ്റ് പ്ലാനറ്റ് ഈസ് മെർക്കുറി. അഭിനവ് ചോദിച്ചോളൂ.
ടീച്ചറെ മിസ് എനിക്ക് അപ്പുറത്തെ അതിഥികൾ വന്നിട്ടുണ്ട്, അതപ്പോ അവര് സംസാരിക്കുമ്പോ എനിക്കൊന്നും കേൾക്കുന്നില്ല. അച്ചോടാ, ആരാ അതിഥികൾ? വാതിൽ ഇച്ചിരി ചാരി ഇട്ടോന്ന പിന്നെ വാതില്. എന്റെ വീട്ടിൽ ഇച്ചിരി അതിഥികൾ വന്നിട്ടുണ്ട്, അത് കാരണം എനിക്കൊന്നും കേൾക്കുന്നില്ല. അതെന്റെ കൊച്ച്. എടാ അഭിനവേ, നീ ടീച്ചറേന്ന് വിളിച്ചോ? അതിനിപ്പോ എന്താ? നീ എന്തിനാ തിരുത്തി മിസ്സേന്ന് വിളിക്കുന്നേ? അതൊന്നും പ്രശ്നമില്ല കേട്ടോ. ആ ഓക്കെ, ശരി ശരി, എല്ലാം ഒന്ന് തന്നെ. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് പ്ലാനറ്റിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു മിസ്സേ. അടുത്തതിന് ഞാൻ റെഡി ആണെന്നുള്ളവർ ഒരു ഡബിൾ ഡാൻസിങ് തംസപ്പ് കാണിച്ച സ്ക്രീനില് നോക്കട്ടെ. ഡബിൾ ഡബിൾ ഡാൻസിങ്. രൂപക്ക് എഴുതിയോ മെർക്കുറിന്ന്? രൂപക്കേ അവിടെ വർത്താനം പറയുന്നുണ്ട് കേട്ടാ. എഴുതിയോ മെർക്കുറിന്ന്? എല്ലാരും എഴുതി. ശരി, അടുത്ത പ്ലാനറ്റ് ആരായിരിക്കും എന്ന് ഗസ് ചെയ്യേണ്ട ആൾ എന്ത് ചെയ്യണം എന്നറിയോ? അടുത്ത ആക്ടിവിറ്റി ഞാൻ പറയാൻ പോവാ. ശ്രദ്ധിച്ചിരുന്നോ? ഫോക്കസ്ഡ് ആയിട്ടിരുന്നോ? ആദ്യം ക്യാമറ പൊത്തണം. കമോൺ 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 എവരിബഡി, പൊത്തിക്കോ. ആരാ സാർ ആദ്യം പൊത്തിയത്? ജോയലെ, നീ എവിടെയാ പൊത്തി? അവിടെ അല്ല ക്യാമറ. ആരാ സാർ ആദ്യം പൊത്തിയത്? ആദിത്താണ് ആദ്യം പൊത്തിയത്. ഹായ് ആദിത്. ആദ്യത്തെ ചിലര് ക്യാമറ പൊത്തിട്ട് വിട്ടിട്ടില്ല. അതാരത്? വൈഗ പ്ലീസ് വിടൂ വിടൂ, ക്യാമറ വിടൂ. ഓക്കെ, ആദ്യത്തെ പറഞ്ഞോ, ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? സ്പീഡ് അപ്പ്. അടുത്ത പ്ലാനറ്റ് ഏതായിരിക്കും? അൺമ്യൂട്ട് ചെയ്യൂ. തൊടു തൊടു, സ്പീഡ് ആക്കൂ. ആദ്യത്തെ എടാ മൈക്കുമ്പോ തൊട്ടോണ്ടിരിക്കില്ല, അൺമ്യൂട്ട് ഓപ്ഷൻ തൊടു. പറഞ്ഞോ, ഏതാ അടുത്ത പ്ലാനറ്റ്? അപ്പൊ മ്യൂട്ട് ചെയ്ത് പോയിട്ട് ഒരു വട്ടം തൊടു ആദിത്. ശരിയായി ശരിയായി, മിസ്സിന് കേൾക്കുന്നുണ്ട്. ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? ഇപ്പൊ സ്വിച്ച് ഓഫ്. അത് ചിരിച്ചോണ്ട് പറയുക. എടാ കുത്തി വെക്കണ്ടേടാ ക്ലാസ്സിന് കയറുന്നതിന് മുന്നേ. സാരില്ല, ഏതാ അടുത്ത പ്ലാനറ്റ് എന്ന് പറയൂ വേഗം. വേഗം പറ. ആദ്യത്തെ മ്യൂട്ട് ചെയ്തു, എന്നാ അവിടെ ഇരുന്നോട്ടാ. ഫോൺ ഓഫ് ആക്കരുത്, വേഗം ചാർജ് ചെയ്തോ, ചാർജിങ്ങിന് ഇട്ടോ. അഭിനവ് വേഗം പറഞ്ഞോ, ഏതാ അടുത്ത പ്ലാനറ്റ്? ഗസ് ചെയ്തോ, വേഗം പറഞ്ഞോ അഭിനവ്. സ്പീഡ് അപ്പ്. പോരട്ടെ, ഗസ് ചെയ്തോ. എർത്താണോ മിസ്സേ? 3, 2, 1 പറ, നോക്കാം. 3, 2, 1. വീനസ് ആയി പോയി അടുത്ത പ്ലാനറ്റ്. എർത്ത് അല്ല, സാരില്ല. എന്നാലും എർത്ത് കറക്റ്റ് ആൻസർ ആ, പക്ഷെ ഓർഡറിൽ മിസ് കൊണ്ടുവന്ന ഓർഡറിലല്ലാന്നേ ഉള്ളൂ. എവരിവൺ ഫിൽ ചെയ്ത ഫസ്റ്റ് വൺ മെർക്കുറി ആയിരുന്നു. എല്ലാവരും അടുത്ത പ്ലാനറ്റ് എഴുതിക്കോ, വീനസ്. അടുത്ത പ്ലാനറ്റ് ആരായിരിക്കും ഗസ് ചെയ്യാൻ പോകുന്നത്? ആരാ? ഹൂ ഇസ് ഗോയിങ് ടു? ആദ്യത്തെ ശ്രദ്ധിച്ചിരിക്കണേ, ആരാ അടുത്തത് ഗസ് ചെയ്യാൻ പോകുന്നത്? അനാമിക ഓൾറെഡി ഗസ് ചെയ്തു, അഭിനവ് ഗസ് ചെയ്തു, വൈഗ, വിഷ്ണു ആണ് അടുത്തത് ഗസ് ചെയ്യാൻ പോകുന്നത്. ഹായ് വൈഗ, വിഷ്ണു. അനാമിക കുട്ടി ഓൾറെഡി ഗസ് ചെയ്തു. ഓക്കെ, സോ ഹായ് വൈഗ, വിഷ്ണു. ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? വേഗം പറഞ്ഞു. ഉറപ്പാ? 3, 2, 1 പറഞ്ഞോ. 3, 2, 1. The Earth. Correct answer. അപ്പൊ എല്ലാരും മൂന്നാമത്തെ പ്ലാനറ്റ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. നാലാമത്തെ പ്ലാനറ്റ് ഏതായിരിക്കും? ആരെ ഗസ് ചെയ്യാൻ പോകുന്നത്? Who is going to guess the next one? നവനീതിന് ചെറിയൊരു മിസ്സേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ മിസ്സേ. യെസ് നവനീത് പറഞ്ഞോ, ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? യെസീൻ മിസ് അവസരം തരാം, പേടിക്കണ്ട. യെസ് പറഞ്ഞോ, ഒരെണ്ണം അങ്ങ് പോരട്ടെ. മാർസ് ആണെന്നാണ് പറയുന്നത്. 3, 2, 1 പറയൂ. 10. The Mars. Very good. First one was the Mercury. Second one Venus. Third one
എർത്ത് ആയിരുന്നു. ആൻഡ് ദി ഫോർത്ത് വൺ ചോക്ലേറ്റിന്റെ പേരുള്ള മാർസ്. എത്ര പേര് മാർസ് ചോക്ലേറ്റ് തിന്നിട്ടുണ്ട്? എത്ര പേര് മാർസ് ചോക്ലേറ്റ് തിന്നിട്ടുണ്ട്? യെസിന് ഉമ്മയോട് പറയുന്നു, ഒന്ന് വാങ്ങിത്താ ഉമ്മ. ഫിസിക്സ് ടീച്ചർ പറയുന്ന കേട്ടില്ലേ ചോക്ലേറ്റിനെ കുറിച്ച് അല്ലേ? ശരി, അടുത്തത് ഗസ് ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് യസീൻ. ഇന്നാ പിടിച്ച അൺമ്യൂട്ട് ഓപ്ഷൻ. തൊട്ടോ വേഗം പറഞ്ഞോ, ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? പറഞ്ഞോ വേഗം പറഞ്ഞോ. പോരട്ടെ? ജൂപ്പിറ്റർ ആണ് മിസ് എന്നാണ് മോൻ പറയുന്നത്. 3, 2, 1 പറയൂ വേഗം. 3, 2, 1. കറക്റ്റ് ആൻസർ. സോ മെർക്കുറി, അമ്മ കൈയടിക്കുന്ന മെർക്കുറി, വീനസ്, പേരോ എല്ലാം പഠിച്ചോട്ടാ. അത് കഴിഞ്ഞ് എർത്ത് വന്നു, പിന്നെ നമ്മൾ ചോക്ലേറ്റിന്റെ പേരുള്ള മാർസ് കണ്ടു. ഇപ്പൊ നമ്മുടെ യസീൻ പറയുന്നു മിസ്സേ ജൂപ്പിറ്റർ ആണ് അടുത്തത്. കറക്റ്റ് ആണ്, ജൂപ്പിറ്റർ. 2, 4, 5 എണ്ണായി, 3 കൂടി ഉള്ളൂ. ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? ആർക്കാ പറയണ്ടേ? അടുത്ത വൈക പറയുന്നു. ഇനി എന്നെ വിളിച്ചില്ലെങ്കിൽ മിസ്സേ ബേസിക് സയൻസ് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ ഒരു റിപ്പോർട്ട് ചെയ്യും. യെസ് വൈക പറഞ്ഞോ, ഏതായിരിക്കും? ഉറപ്പാ? 3, 2, 1 പറയൂ. 3, 2, 1. Saturn. Correct answer. So Mercury എല്ലാരും ഫിൽ ചെയ്തോട്ടോ. Mercury, Venus, Earth, Mars, Jupiter and finally the Saturn. ഇനി ആർക്കാ പറയണ്ടേ ഉത്തരം? എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പിണങ്ങിയിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും. ആരാത്? ആരാ? മെൽവിൻ എങ്ങനെ മിസ്സേ? ഇനി ആകെ ഇച്ചിരി ഉള്ളു, ഞാൻ പറഞ്ഞോട്ടെ. യെസ് മെൽവിൻ. ഹായ് മെൽവിൻ. അഭിനവൻ ഓൾറെഡി ഞാൻ അവസരം തന്നാ കേട്ടോ. അഭിനവ് നെപ്റ്റ്യൂൺ ആണ്, ഉറപ്പാണോ? 3, 2, 1. ചെറുതായിട്ട് ഓർഡർ മാറിപ്പോയി, പ്രശ്നമില്ല. ശരിക്കും ഏതാ വന്നേ? യുറാനസ് ആണ്. നെപ്റ്റ്യൂൺ കറക്റ്റ് ആൻസർ തന്നെയാണ് കേട്ടോ മോനെ. നെപ്റ്റ്യൂൺ ഒരു പ്ലാനറ്റ് തന്നെയാണ്, പക്ഷെ ഓർഡർ ഒന്ന് മാറിപ്പോയെന്നേ ഉള്ളൂ. പ്രശ്നമില്ല. ഇപ്പൊ യുറാനസ് എഴുതിക്കോ. അടുത്ത 7ാമത്തെ ആരോ മാർക്കില് യുറാനസ് ഫില്ല് ചെയ്യാം കേട്ടോ എല്ലാരും. മെർക്കുറി കഴിഞ്ഞു, നമ്മുടെ വീനസ് കഴിഞ്ഞു, എർത്ത് കഴിഞ്ഞു, മാർസ് കഴിഞ്ഞു, ജൂപ്പിറ്റർ കഴിഞ്ഞു, സാറ്റേൺ കഴിഞ്ഞു, യുറാനസ് എത്തി. അടുത്തതാരാ പറയാ പോകുന്നേ? രൂപക്കിന് പറയണോ? ഗസ് പറയണോ? രൂപക്. ജോയൽ ഇസ് ലൈക്ക് ജോയൽ എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ പിണങ്ങും. രൂപക്കെ അല്ല ജോയൽ എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പോവാ. ഓക്കെ, അത് വേണ്ട മിസ്സേ. സുഹൃത കുട്ടി നല്ല മോനല്ലേ? ഈ ക്ലാസ്സിൽ അവർക്ക് അവസരം കൊടുക്കാം. സുഹൃത്തുക്ക് എല്ലാം അറിയാം ഓൾറെഡി, റൈറ്റ്? ഓക്കെ, ഡീൽ. ഓക്കെ, വൈഗ വിഷ്ണുവിന് അവസരം മിസ് തന്നതാ. ഡൗട്ട് ആണെങ്കിൽ മിസ് വരാട്ടോ. നമുക്ക് ജോയലിന് അവസരം കൊടുക്കാം. രൂപക്ക് അവിടെ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. രൂപക്കെ ശ്രദ്ധിച്ചിരിക്കണേ കുട്ടാ. ജോയൽ. അയ്യോ അതല്ല, നമ്മുടെ അൽഫോൺസിന് മിസ് അവസരം തരാട്ടോ. നമ്മുടെ ജോയൽ കണ്ട ഫർഹാന സുധീർ, അതാണ് ജോയൽ. ഹായ് ജോയൽ, പുതിയൊരു പേര് കിട്ടിയ എന്റെ കൊച്ചിന്. എന്താ? ഫർഹാന സുധീർ. ജോയലെ ഏതായിരിക്കും അടുത്ത പ്ലാനറ്റ്? വേഗം പറഞ്ഞോ. നെപ്റ്റ്യൂൺ. 3, 2, 1. 3, 2, 0. The Neptune. പിന്നെ നല്ല എക്സ്പ്രഷൻ നോക്ക്. ലാസ്റ്റ് വൺ, ദി നെപ്റ്റ്യൂൺ. 7 എണ്ണം ഫില്ലായവരൊന്ന് സ്ക്രീനിലേക്ക് കാണിച്ചേ. 8 എണ്ണം ഫില്ലായവരെ സ്ക്രീനിലേക്ക് കാണിച്ചേ. 8 എണ്ണത്തിന്റെ പേര് കിട്ടി. 8 പ്ലാനറ്റ്സിന്റെ പേര് പഠിച്ചു. എല്ലാവരും നോക്കാം 8 ആരമാർക്കും ഫില്ലായിട്ടില്ലേന്ന്. രൂപക്കിന്റെ 8 എണ്ണം ഫില്ലായില്ലേ അമ്മ? സെറ്റ് അല്ലേ? തംസപ്പ് കാണിച്ചാ മതി. ആരോഹിനെ മിസ് കണ്ടിട്ടേ ഇല്ലാത്ത കുട്ടാ, ക്യാമറ ഓഫ് ചെയ്ത് വെച്ചോണ്ട്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് റൈറ്റ് നൗ. ഗുഡ് ഇഷക്കുട്ടി മിസ് കണ്ടു കേട്ടാ. ഗുഡ്. ഓക്കെ, യെസ് വൈഗ മിസ് കണ്ടു. ആൽബിൻ മിസ് കണ്ടു കേട്ടോ. ആൽബിൻ ജോഷ്. ഓക്കേടാ.
ആ യസീന് ഡൗട്ട് ഉണ്ട്. യസീൻ ചോദിക്കടാ, വേഗം ചോദിച്ചോ കേട്ടാ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾക്ക് ചോദിക്കാം ഇപ്പൊ. അതെന്താ അത് ഏതാ കളഞ്ഞേ? ഒരുമിച്ച് കാണിച്ചു തരാം. മെർക്കുറി, അയ്യോടാ, മെർക്കുറി, വീനസ്, ദി എർത്ത്, ദി മാർസ്, ദി ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. കിട്ടിയോ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ. സാറ്റേൺ എഴുതിയിട്ടില്ല. സാറ്റേൺ, പിന്നെ യുറാനസ്, നെപ്റ്റ്യൂൺ. SATURN, 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 Saturn. യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, പ്ലൂട്ടോനെ പുറത്താക്കി. അത് പ്ലാനറ്റ്സിൽ എഴുതണ്ട കേട്ടോ, മിസ് കാണിക്കാൻ ഇട്ടതാ. പ്ലൂട്ടോനെ കുറുമ്പ് കാണിച്ചപ്പോ പുറത്താക്കി. ഓക്കെ, പ്ലൂട്ടോ ഇപ്പൊ ഒരു പ്ലാനറ്റ് അല്ല. അപ്പൊ നമുക്ക് 8 ഉള്ളൂ, 9ാമത്തെ പ്ലാനറ്റ് ഇല്ല. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പഠിക്കാനേ നമുക്ക് സമയമുള്ളൂ. കൂടുതൽ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ പഠിക്കും. അഭിനവ് പറഞ്ഞോടാ, ഡൗട്ട് ആണ് അല്ലെ? ഡൗട്ടാന്ന് വെച്ചിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് ഹായ് അഭിനവ് ചോദിച്ചോ. അപ്പൊ എന്റെ മക്കൾ എല്ലാരും എന്ത് ചെയ്യണം? എന്നും ക്ലാസ്സിൽ ഓൺ ടൈം ജോയിൻ ചെയ്യാ. ആരോഹി, ആരാധ്യ, ആദിത്, അനാമിക എല്ലാവരും സെറ്റായിട്ട് ഓരോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാ. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ജോയിൻ ചെയ്യാം. അഭിനവ് ചോദിച്ചോടാ, വാട്ട് ഇസ് യുവർ ഡൗട്ട്? ഞാൻ ഉത്തരവൊന്നും പറയാത്ത ഞാൻ ക്ലാസ്സിൽ ആദ്യമായിട്ട് ചേർന്നോണ്ടാ. അത് പ്രശ്നമില്ല കേട്ടോ. പിന്നെ അതിഥികൾ കുറച്ച് ശല്യം ചെയ്തല്ലോ അല്ലെ? അതൊന്നും പ്രശ്നമില്ല. ഓക്കേടാ, കുഴപ്പമില്ല. 8 പേര് പഠിച്ചല്ലോ ഇപ്പൊ. പിന്നെ നമ്മൾ സോളാർ സിസ്റ്റം പഠിച്ചു, സെലസ്റ്റിയൽ ബോഡി പഠിച്ചു, കുറെ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു കേട്ടാ. ഇന്നേക്ക് ഇത്ര മതി. ഓക്കെ, പുതിയൊരു ടോപ്പിക് തുടങ്ങാൻ നമുക്ക് സമയമില്ല. അപ്പൊ നിങ്ങൾ തീരുമാനിക്കാം. മാത്സ് ക്ലാസ് കിട്ടാത്തവര് മാത്സ് ക്ലാസ്സും കൂടെ കണ്ടിട്ട് തീരുമാനിക്കാം ജോയിൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച്. അപ്പൊ മിസ് പോയിക്കോട്ടെ. സുവൃത്തക്ക് ഒരു അൺമ്യൂട്ട് ഓപ്ഷൻ കൊടുത്തേ സാർ. ഹായ് സുവൃത്ത. മിസ്സിന് 10ൽ എത്ര മാർക്ക് തരും? എല്ലാരും 10ൽ ഒരു മാർക്ക് ഇട്ടിട്ട് പോയിക്കോ ക്ലാസ്സിന്. നോക്കട്ടെ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു നോക്കട്ടെ മിസ്. സുവൃത്ത പറഞ്ഞോ, ലാസ്റ്റത്തെ പ്ലാനറ്റ് ഏതായിരുന്നു? വേഗം പറഞ്ഞോ. പ്ലൂട്ടോ പ്ലാനറ്റ് ആണോ? അല്ല, ഒഴിവാക്കി നമ്മള്. നെപ്റ്റ്യൂൺ. വെരി ഗുഡ്, വെരി ഗുഡ്. യാസീൻ ആണ്, യസീൻ അല്ല. ഓക്കെ യാസീൻ. ഓക്കെ ജോയൽ, അടുത്ത വട്ടെങ്കിലും പേര് മാറ്റിയിട്ട് വരണേ. ശരി ശരി. അപ്പൊ ശരി മക്കളെ, താങ്ക് യു സോ മച്ച്. ആർക്കും ഡൗട്ട് ഒന്നുമില്ല വിചാരിക്കുന്നു. യാസീന് ഡൗട്ട് ഇല്ലല്ലോ, എന്തിനാ ഹാൻഡ് റൈസ് ചെയ്തേക്കുന്നത്? വൈഗ പറഞ്ഞോ, വേഗം പറഞ്ഞോ. എല്ലാവരും 10ലെ മാർക്ക് മിസ് കാണുന്നുണ്ട് കേട്ടോ. വേഗം. അഭിനവന് ഡൗട്ട് അല്ല. വൈഗ എന്താ ഡൗട്ട്? വേഗം ചോദിച്ചോ. ഓ, അത് പറയാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് വൈഗ. യാസീൻ ഡൗട്ട് ഇല്ലല്ലോ? പോയിക്കോട്ടെ മിസ്, പോയിക്കോട്ടെ യാസീൻ. ഓക്കെ, അപ്പൊ ശരി, ആർക്കും ഡൗട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.